ഹായ് ഹലോ. അപ്പോൾ റവ ഉണ്ടോ വീട്ടിൽ? നമുക്കിപ്പം തന്നെ നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വൈകുന്നേരം നമുക്ക് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനും പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിക്കണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിട്ട് പോകാം. അപ്പോൾ നമുക്കിതാ മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പം ഒരു കപ്പ് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു മുട്ടയെ ആവശ്യമുള്ളൂ. 2 കപ്പൊക്കെ എടുക്കുമ്പോൾ 2 മുട്ട എടുക്കാം. നമ്മൾ റവയുടെ അളവ് കൂട്ടിയെടുക്കുന്ന സമയത്ത് അതുപോലെ മുട്ടയുടെ അളവും കൂട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പശുവും പാൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പശുവും പാലാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. 1 കപ്പ് റവക്ക് 1/2 കപ്പ് പാൽ. അതാട്ടോ ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഇതാ 1/2 കപ്പ് പാലും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാട്ടോ. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് മധുരമൊക്കെ ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്തു നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇനി അതല്ല നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള മധുരം മാത്രം മതി. കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് മധുരമൊന്നും വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല കറക്റ്റ് അളവാട്ടോ അതിനുള്ളത്. ഇനി നിങ്ങൾക്ക് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ അതിലും കുറക്കാമെന്നേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളൊരു മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതേ റെസിപ്പി തന്നെ നമുക്ക് കറി കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇതിൽ നമ്മളിപ്പം ചേർക്കുന്ന പഞ്ചസാര അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. പഞ്ചസാര ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാര ചേർക്കാതെ ആണെങ്കിൽ നമുക്ക് നല്ല വരട്ടി കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല എരിവുള്ള കറിയൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ കറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഉണ്ടാകാൻ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം. ഇനി പഞ്ചസാര ചേർത്തിട്ട് കറി ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ മിക്സിയിൽ നമ്മൾ പഞ്ചസാരയ്ക്ക് അലിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിലും ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മുട്ടയും ഉപ്പും പാലൊക്കെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് ഏലക്കായൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അതിന് പഞ്ചസാര ചേർത്തിട്ടാണെങ്കിൽ പഞ്ചസാര ഒന്ന് മെൽട്ടായി അലിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റവയാട്ടോ. 1 കപ്പ് റവ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് റവ വറുത്തിട്ടില്ല കേട്ടോ, വറുക്കാത്ത റവയാണ് ചേർക്കുന്നത്. 1 കപ്പ് റവ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് അതിൽ ഈ റവയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കുതിർന്ന് വരുന്ന ഒരു പാകത്തിനാവുമല്ലോ. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദയും ചേർക്കാം കേട്ടോ. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. റവയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം നമ്മളിതാ ചേർക്കുന്നത് ഗോതമ്പ് പൊടി കേട്ടോ. മൈദ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദയും ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സാക്കി എടുക്കണം. നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിന് 2 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, 2 മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാൻ. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. ഈ ഒരു മാവ് കുറച്ച് ലൂസായിട്ടില്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് റവയൊക്കെ നന്നായിട്ട് ഈ ഒരു പാലൊക്കെ അങ്ങ് കുടിച്ച് നന്നായിട്ട് ഒന്ന് ടൈറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മുട്ട ചേർത്തിട്ടില്ലേ, അത് തന്നെ ധാരാളം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മധുരം ഇട്ടിട്ടാണെങ്കിലും മധുരം ഇടാനാണെങ്കിലും 2 രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. മധുരം ഇടാനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല എരിവുള്ള ഒരു കറി വേണമെന്നേ ഉള്ളൂ. നല്ല വരട്ടിയിട്ടുള്ള ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. ഇനി പഞ്ചസാര ഇട്ടിട്ടാണെങ്കിൽ ഒരു കട്ടൻ ചായ മാത്രം മതിയാവട്ടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ചൂടാക്കിയിട്ടെടുക്കാം. നന്നായിട്ട് ഓയിലൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ള അനുസരിച്ചിട്ട് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം,
എന്താ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാട്ടോ ഉണ്ടാകാൻ. അപ്പോൾ ആ തേങ്ങാക്കൊത്തും കൂടി നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മാവൊക്കെ നല്ല പാകത്തിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിക്കാട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കുന്നത്. ദോശമാവിനേക്കാളും കട്ടിയുണ്ടാണ്, നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു പാരുവത്തിലാട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സംഭവം ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് എണ്ണ. അതിലേക്ക് നമ്മളെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തടി കുറച്ചൊന്ന് പരത്തി കൊടുക്കുകയും ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു സൈഡ് ഭാഗം കളർ മാറി വരുന്ന സമയത്ത്, മുകൾ ഭാഗം നന്നായിട്ട് ആറി വരണമെന്നില്ല, സൈഡ് ഭാഗം ആ ഒരു അടിഭാഗം നന്നായിട്ടൊന്ന് കളറൊന്ന് മാറി ഇതുപോലൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ കളർ മാറിയിട്ട് നല്ല പാകത്തിനായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു സൈഡ് ഭാഗം കുക്ക് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വെക്കണ്ട, ഒരു 30-20 സെക്കൻഡ്. ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ അങ്ങ് മാറിയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിരിക്കും. നമുക്ക് ഈ ഒരു നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റും സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും. തരിയല്ലേ, റവ ആയതുകൊണ്ട് തന്നെ സൈഡൊക്കെ നല്ല ക്രിസ്പിയും ഈ ഒരു നടുഭാഗം മാത്രം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനുണ്ടാകാൻ. അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.